ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ പഴയ പ്രണയബന്ധം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. നടി അനുഷ്ക ശർമ്മയെ പരിചയപ്പെടുന്നതിനും വിവാഹം കഴിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ ഇസബെല്ലെ ലെയ്റ്റ് എന്ന നടിയുമായി വിരാട് ഡേറ്റിംഗ് നടത്തുന്നതായി കിംവദന്തികൾ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ ഇസബെല്ലിന്റെയും വിരാട്ടിന്റെയും ചിത്രങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഇസബെല്ലയും വിരാട്ടും ഏകദേശം 2 വർഷത്തോളം ഡേറ്റിംഗ് നടത്തിയതിനു ശേഷമാണ് വേർപിരിഞ്ഞതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു പരസ്യ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും കണ്ടുമുട്ടിയത്. വിരാട് ഒരിക്കലും ഈ ബന്ധത്തെക്കുറിച്ച് പരസ്യമായി സമ്മതിച്ചിട്ടില്ല എങ്കിലും 2014 ബോളിവുഡ് ഹംഗാമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസബെല്ലെ ഒരിക്കൽ ഇതിനെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. താൻ ഇന്ത്യയിൽ വന്നപ്പോൾ തനിക്ക് ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു വിരാട്. തങ്ങൾ വളരെ കാലമായി ഡേറ്റിംഗിലായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പക്ഷെ അത് പരസ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല എന്നാണ് നടി അന്ന് പറഞ്ഞത്. പുരാനി ജീൻസ്, മിസ്റ്റർ മജ്നു തുടങ്ങിയ ഹിന്ദി സിനിമകളിൽ ഇസബെല്ലെ അഭിനയിച്ചിട്ടുണ്ട്. അമീർ ഖാനോടൊപ്പം തലാഷ് എന്ന ചിത്രത്തിലും വിജയ് ദേവരക്കൊണ്ടയ്ക്കൊപ്പം വേൾഡ് ഫേമസ് ലവർ എന്ന ചിത്രത്തിലും അവർ ശ്രദ്ധേയമായ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. നിലവിൽ വിവാഹിതയായ ഇസബെല്ലെ ഖത്തറിലെ ദോഹയിലാണ് താമസം. അതേസമയം ആരവങ്ങളില്ലാത്ത പാപ്പരാസുകളുടെ ശല്യമില്ലാത്ത ഒരു സ്വസ്ഥമായ ജീവിതമാണ് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഭാര്യയും ബോളിവുഡ് നടിയുമായ അനുഷ്ക ശർമ്മയും തങ്ങളുടെ മക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതും അതിനായി ശ്രമിക്കുന്നത്. ക്രിക്കറ്റിന്റെയും ബോളിവുഡിന്റെയും വർണ്ണ വെളിച്ചങ്ങളിൽ നിന്ന് മാറി കുടുംബവുമായി കഴിയാൻ ഇരുവരും തിരഞ്ഞെടുത്തത് ലണ്ടനിലെ നോട്ടിംഗ് ഹിൽ ആണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ലണ്ടനിലെ നോട്ടിംഗ് ഹില്ലിൽ അനുഷ്കയും കോഹ്ലിയും കഴിയുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. സാധാരണ അന്തരീക്ഷത്തിൽ തിരക്കുകളിൽ നിന്ന് മാറി മക്കളെ വളർത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന് കോഹ്ലിയും അനുഷ്കയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ പ്രശസ്തി മക്കളുടെ സ്വകാര്യത ഇല്ലാതാക്കരുതെന്ന നിലപാടാണ് ഇരുവരും എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. നോട്ടിംഗ്ഹാമിലെ സ്റ്റേഡിയത്തിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയായിട്ടാണ് ഇവരുടെ വസതി എന്നാണ് സൂചന. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിച്ചെങ്കിലും സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ കോഹ്ലി ഇതുവരെ എത്തിയിട്ടില്ല. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കുടുംബത്തിനോടൊപ്പം കഴിയാനാണ് കോഹ്ലി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. കുടുംബത്തിന്റെ സ്വകാര്യതയ്ക്ക് മറ്റെന്തിനേക്കാളും ഇരുവരും പ്രാധാന്യം നൽകുന്നുണ്ട്. പടിഞ്ഞാറൻ ലണ്ടനിലെ മനോഹരമായ നഗരമാണ് നോട്ടിംഗ് ഹില്ല്. പല നിറങ്ങളിലെ വീടുകളും കാർണിവലും റോഡ് മാർക്കറ്റുകളും എല്ലാമായി നോട്ടിംഗ് ഹില്ല് സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ പേരും കുടുംബവുമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ നൈറ്റ് ലൈഫും പാർക്കുകളും മറ്റ് ആകർഷണങ്ങളാണ്. അതേസമയം ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെയും വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെയും പേസർ മുഹമ്മദ് സിറാജിനെയും കോഹ്ലിയും അനുഷ്കയും തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വിരുന്നൊരുക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ജൂൺ 16 ഇതെന്നാണ് സൂചന. 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് കാണാനെങ്കിലും കോഹ്ലി എത്തുമോ എന്നതിലേക്ക് ആകാംക്ഷയോടെയാണ് ആരാധകർ ഇപ്പോൾ നോക്കുന്നത്. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് ഫാദേഴ്സ് ഡേ ആശംസകൾ അറിയിച്ചുകൊണ്ട് മകൾ വാമിക കുറിച്ച വരികൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. അനുഷ്ക ശർമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഈ ചെറിയ ആശംസാക്കുറിപ്പുള്ളത്. തന്റെ അച്ഛനും ഭർത്താവ് കോഹ്ലിക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് അനുഷ്ക പോസ്റ്റ് പങ്കുവച്ചത്. പിതാവ് അജയ് കുമാർ ശർമ്മയുടെ ചിത്രവും മകൾ വാമിക കോഹ്ലിക്ക് എഴുതിയ കുറിപ്പിന്റെ ചിത്രവുമാണ് ഇതിലുള്ളത്. താൻ ആദ്യമായി സ്നേഹിച്ച പുരുഷനും തങ്ങളുടെ മകൾ ആദ്യമായി സ്നേഹിച്ച പുരുഷനും ലോകമെമ്പാടുമുള്ള എല്ലാ പിതാക്കന്മാർക്കും പിതൃദിനാശംസകൾ അനുഷ്ക ചിത്രത്തിനോടൊപ്പം കുറിച്ചിട്ടുണ്ട്. അവനെ കാണാൻ തന്റെ സഹോദരനെ പോലെയാണ്, തമാശക്കാരനാണ്, എന്നെ ഇക്കിളിയാക്കുന്നയാളാണ്, താൻ അദ്ദേഹത്തോടൊപ്പം മേക്കപ്പ് ഇട്ട് കളിക്കാറുണ്ട്, താൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നു, അദ്ദേഹം എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നു. ഫാദേഴ്സ് ഡേ ആശംസകൾ എന്നെഴുതിയ കുറിപ്പിൽ വാമിക തന്റെ കൈപ്പടയിലാണ് വാമിക എന്ന പേര് എഴുതിയിരിക്കുന്നത്. നിരവധി പേരാണ് അനുഷ്കയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിട്ടുള്ളത്. വാമിക തന്റെ പേര് എഴുതിയത് കണ്ട് ആരാധകർ പലരും അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ കുറിച്ചിട്ടുള്ളത്. 2017 വിവാഹിതരായ കോഹ്ലിക്കും അനുഷ്കയ്ക്കും 2 മക്കളാണുള്ളത്. ഇതിൽ മൂത്ത മകളാണ് വാമിക.
2021 ജനുവരി 11 വാമിക ജനിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 14 മകൻ അകായ് ജനിച്ചത്.